കുറച്ച് നാളായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു കമൻറ്റാണ്, ചേച്ചി കുറ്റിക്കുരുമുളകിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കണമെന്നുള്ളത്. അപ്പോൾ കുറ്റിക്കുരുമുളകിൻ്റെ വീഡിയോ കാണിക്കണമെന്ന് വെച്ചാൽ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു കുറ്റിക്കുരുമുളക് വളർത്തുന്നതിനെക്കുറിച്ച്. കാരണം ഇവിടെ വള്ളിക്കുരുമുളകൊക്കെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മിക്ക മരത്തിലുമൊക്കെ നമ്മൾ വള്ളിക്കുരുമുളകാണ് പടർത്തി വിടാറുള്ളത്. എന്നാൽ ഈ പ്രാവശ്യം എനിക്ക് തോന്നി കുറ്റിക്കുരുമുളക് വളർത്തിയെങ്കിലേ പറ്റൂ. ഇനിയുള്ള മുന്നോട്ടുള്ള കാലമെന്ന് പറഞ്ഞാൽ ആർക്കും മരത്തെ കയറാനോ അല്ലെങ്കിൽ ഒന്ന് പറിച്ചു തരാനായിട്ട് ഒരാളിനെ കിട്ടാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്രാവശ്യം നമ്മൾ ഉള്ള കുരുമുളക് പറിക്കാനായിട്ട് ഒരാളിനെ വിളിച്ചപ്പോൾ പുള്ളി പകുതി വരെ കയറിയിട്ട് മേളിൽ ചെന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ, അത് എല്ലാം വലിച്ചു പറിച്ച് താഴെ ഇട്ടു. കാരണം പുള്ളിക്ക് മേലോട്ട് കയറാനും വയ്യ, തന്നെ എല്ലാം ഉറുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിച്ചു പറിച്ച് താഴെ ഇട്ടിട്ട് പിന്നെ അത് നുള്ളി പറക്കി എടുക്കുകയും ചെയ്ത്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്ലാവാണെന്നുണ്ടെങ്കിലും തെങ്ങാണെന്നുണ്ടെങ്കിലും ഒരുപാട് പൊക്കത്തിൽ പോയാലും നമുക്ക് അതിൻ്റെ വിളവെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുമുണ്ട്. നമുക്കിനി എല്ലാ സാധനങ്ങളും ഇനി എന്താണ് കുള്ളൻ പരുവത്തിലുള്ളതായ എന്ന് വെച്ചാൽ 2 വർഷം കൊണ്ടും 3 വർഷം കൊണ്ടും കായ്ക്കുന്ന നമുക്ക് കൈയെത്തി പറിക്കാവുന്ന രീതിയിലുള്ളതായ ചെടികളെ നമ്മൾ നട്ടുപിടിപ്പിക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറ്റിക്കുരുമുളക് എങ്ങനെ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറ്റിക്കുരുമുളകിൻ്റെ തൈ എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നതായ കുറ്റിക്കുരുമുളക് കണ്ടല്ലോ. അപ്പം ഇത് നമ്മളിനി ചട്ടിക്കകത്തോട്ട് മാറ്റണം. അപ്പം ചട്ടിയിലിരിക്കുന്നതായ മണ്ണെല്ലാം നമ്മൾ നേരത്തെ ഉപയോഗിച്ചാന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങൾ പുതിയ ചട്ടിയിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്ത് ഈ ചട്ടിക്കകത്ത് ഈ ഇരിക്കുന്ന ചട്ടി ഉണ്ടല്ലോ, ഒരു വലിയ ചട്ടിയാണ്. മാക്സിമം കുറേ കാലം ഇതിനകത്ത് തന്നെ അങ്ങ് നിന്നോളൂ ഇത്. അപ്പോൾ ഇതിനകത്തിരിക്കുന്നതായ മണ്ണിനെ ഒന്ന് തട്ടിയിട്ടതിന് ശേഷം നമ്മൾ പുതിയതായിട്ട് പോട്ടി മിക്സൊക്കെ ചേർത്തിട്ട് നമ്മൾ നടാൻ പോവുകയാണ്. അപ്പോൾ ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കുറ്റിക്കുരുമുളക് വള്ളി നമ്മൾ നടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തൊണ്ട് എടുത്തിട്ടുണ്ട്. തൊണ്ട് നമ്മൾ ഒരു 3-4 ദിവസമെങ്കിലും ഇങ്ങനെ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചേക്കണം കേട്ടോ. വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു തടി എന്തെങ്കിലും വെച്ച് വെയിറ്റൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിരുന്നാൽ അത് നല്ലതുപോലെ അതിൻ്റെ പുളിപ്പ് രസമൊക്കെ അങ്ങ് മാറും. വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ കിടക്കും. എന്നിട്ട് അതിൻ്റെ മേലോട്ട് കുറച്ച് വെള്ളം കൂടെ എടുത്ത് വെച്ചിരുന്നാൽ എല്ലാം അങ്ങ് താന്ന് കിടക്കും. പിന്നെ അങ്ങനെ ഒരു 3-4 ദിവസം കിടന്നതിന് ശേഷം വീണ്ടും അതിനെ ഒന്ന് കൊത്തി ഞുറുക്കിതാണ്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് ഒരു ദിവസം കൂടെ വെള്ളത്തിനകത്ത് ഇട്ടേക്കണം. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ എനിക്കിപ്പം 4 കുറ്റിക്കുരുമുളകാണ് ഇപ്പം നടാനുള്ളത്. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് നമുക്ക് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന മണ്ണിന് നമ്മൾ കട്ടിയായിട്ടിരിക്കുക എന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തട്ടി താഴോട്ടിടാം. ഇതിനൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടേക്കണം. മണ്ണൊക്കെ ഉറച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിനെ തട്ടിയിടാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഹോളൊക്കെ ഉണ്ടല്ലോ സ്വല്പം കൂടെ ഒന്ന് വലുതാക്കി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കെട്ടിക്കിടന്നിട്ട് നമ്മുടെ കുരുമുളക് വള്ളിയൊക്കെ നശിച്ചു പോകും. അപ്പം 4 ചട്ടി നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ഈ മണ്ണെല്ലാം നമ്മൾ തട്ടിക്കളഞ്ഞെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. അപ്പം നമ്മൾ ഈ ചട്ടി കിട്ടിയതായ സമയത്ത് നമുക്ക് ആ ചട്ടിയോടൊപ്പം കിട്ടിയ മണ്ണായിരുന്നു. അപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് ഞാൻ മണ്ണ് മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഇനി നമ്മുടേതായ രീതി വേണം നമ്മളിത് കുരുമുളക് വള്ളി നടാനായിട്ട്. അപ്പോൾ ആ മണ്ണ് നമുക്ക് എവിടുത്തെ മണ്ണാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മണ്ണെല്ലാം മാറ്റിയത്, പുതുതായിട്ട് മണ്ണ് നിറയ്ക്കുന്നത്. അപ്പം നമ്മുടെ ഈ ചട്ടിക്കകത്ത് നിറയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. ഇപ്പം മണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോ ബാഗിൽ നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ഇങ്ങോട്ട് തട്ടിയിടാം. അതിലോട്ട് കുറച്ച് മണൽ ചേർക്കാം. ഒരു ഗ്ലാസ് ദണ്ട വേപ്പിൻ പിണ്ണാക്കുണ്ട്, അതോടെ ചേർക്കാം. 1 കപ്പ് എല്ലുപൊടി എടുത്തിട്ടുണ്ട്, അതോടെ ചേർക്കാം. ഇത്രയും നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം. പിന്നെ മെയിനായിട്ട് വേണ്ടുന്നത് ഒരു ട്രൈക്കോഡർമ ഉണ്ടല്ലോ, അത് ഒരു 2 സ്പൂണോളം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചാണകം ഇട്ടില്ല, മെയിൻ സംഭവമായിട്ടുള്ള ചാണകം ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒന്നും മറക്കാൻ പാടില്ല. നമ്മൾ ചാണകം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മണ്ണെടുത്തിട്ടുണ്ട്. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, ട്രൈക്കോഡർമ, മണൽ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാ വളവും എല്ലായിടും എത്തത്തക്ക രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഒരു ചട്ടിയിലിടുന്ന മണ്ണ് മാത്രമേ ഇപ്പം കാണിക്കുന്നുള്ളൂ. ബാക്കി ഇതേപോലെ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ കാലി ചട്ടിക്കകത്തോട്ട് അതിൻ്റെ ഹോളെല്ലാം ക്ലിയർ ആണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ദണ്ട് കുറച്ച്
തേങ്ങയുടെ തൊണ്ടിൻ്റെ ചിപ്സ് ചെറുതായിട്ട് അരിഞ്ഞത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ തൊണ്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല ഈർപ്പം കിട്ടാനും അതേപോലെ തന്നെ നമുക്കിത് വളർന്നു വന്നിട്ട് നമുക്ക് വേറെ ചട്ടിയിലോട്ട് മാറ്റണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടിവശത്തു നിന്നൊക്കെ ഇളകി വരാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഈ തൊണ്ടോ അതേപോലെ തന്നെ ചകിരിയോ ഒക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇഞ്ഞ് വന്നോളും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് കരിയും കൂടി ഇട്ട് കൊടുക്കാം. കണ്ട കരി വീട്ടിലില്ലാത്തവർക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഇവിടുത്തെ പിന്നെ അടുപ്പിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ മരങ്ങളൊക്കെ കത്തിക്കുമ്പോൾ വേരൊക്കെ കത്തിക്കുമ്പോഴുണ്ട് അതൊക്കെ കിട്ടുന്നത് കരി നമ്മൾ പറക്കി വെച്ചിരിക്കും. അപ്പോൾ അതും കൂടെ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പിന്നെ തൊണ്ട് വിട്ടു, കരിയും ഇട്ടു, അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതായ മണ്ണുണ്ടല്ലോ കുറച്ച് അതിനകത്തോട്ട് ഇടാം. കുറച്ച് മണ്ണ് ആ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. പരഭാഗത്തോളം നമ്മൾ ചട്ടിക്കകത്ത് മണ്ണ് നിറച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ കവറിനകത്തിരിക്കുന്നതായ കുരുമുളക് വള്ളിയെ നമ്മൾ ഇതിനകത്തോട്ട് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതിനെ കട്ട് ചെയ്യണം. ഈ കവറിനെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഈ മണ്ണും എങ്ങനത്തുള്ള മണ്ണാണെന്ന് നമുക്കറിയത്തില്ല. ഭയങ്കര കട്ടിയായിരിക്കും ഈ മണ്ണിന് കേട്ടോ. നല്ല പശയുള്ള മണ്ണായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ കരിയെടുത്ത് എൻ്റെ കരിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നമുക്ക് കുറച്ച് ഈ കട്ടിയുള്ള മണ്ണുണ്ടല്ലോ കുറച്ചങ്ങ് മാറ്റാം. അതിൻ്റെ വേരിനൊന്നും ക്ഷതം പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വേരിങ്ങനെ ഇരുന്നോട്ടെ. എത്രയും മണ്ണ് മാറ്റിയാൽ മതി. അപ്പം ഫുള്ള് നമ്മളങ്ങ് മാറ്റണ്ട. അവർ വളർന്ന സാഹചര്യത്തിൽ ആ മണ്ണ് കുറച്ച് ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് കണ്ട് ചെറുതായിട്ട് ഇങ്ങനെ മണ്ണൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിനെ അങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് നമ്മളവിടെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ അതിൻ്റെ ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു പിടി കരിയും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വേരോട്ടമൊക്കെ നല്ലോണം ഉണ്ടാകാൻ ഈ കരി ഉപകരിക്കും. നമ്മൾ അടുപ്പിൽ നിന്ന് ചാരമൊക്കെ വരുമ്പോൾ ഇങ്ങനെ വലിയ കഷ്ണങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നമ്മൾ ഇടഞ്ഞ് മാറ്റി വെച്ചിരുന്നാലുണ്ടല്ലോ ഇതേപോലെ നമുക്ക് ഓർക്കിഡ് നടാനും ഒക്കെ ഉപകരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് തന്നെയാണിത്. ബാക്കി മണ്ണ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താണ്ട് ഈ തണ്ടിന് മുകളിലായിട്ട് ഇങ്ങനെ നിന്നാൽ മതി. കണ്ടോ ആ വൈ ഷേപ്പിന് താഴോട്ടുള്ളത് മണ്ണിൻ്റെ അടിക്കോട്ട് പോയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഉറപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കാം. ഇനി ഇതിനെ ഒരുപാട് വെയിലുള്ള സ്ഥലത്തൊന്നും കൊണ്ട് വയ്ക്കാതിരിക്കുക. തണലുള്ള ഭാഗത്ത് കുറച്ച് നാൾ നിന്നതിന് ശേഷം മാത്രം പിന്നെ വെയിലൊക്കെ ഭാഗികമായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ചിരുന്നാൽ മതി. ഒരുപാട് ഡയറക്റ്റ് വെയിൽ കിട്ടുന്നിടത്ത് കൊണ്ട് വയ്ക്കാതിരിക്കുക. ഇപ്പം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി നിറയ്ക്കാം. ഇപ്പോൾ നേരത്തെ ഞാൻ ഒരെണ്ണം നട്ടതുണ്ട്, അതോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് നല്ലതുപോലെ കായൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തും 2 കായുണ്ട് കേട്ടോ. അതുകൊണ്ട് 2 തിരി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത്ര പോലും തിരി ഇല്ലാത്തതായിരുന്നു ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചത്. അപ്പോൾ അതിനകത്ത് കായകൾ വന്ന് നിൽപ്പുണ്ട്. നമുക്ക് എല്ലാ രീതിയിലും നടാം കേട്ടോ. ഇതിപ്പം അടിവശത്ത് ഓടിട്ടിട്ടാണ്, ഇത് കരിയിലിട്ടിട്ട്, ഇത് തൊണ്ടിട്ടിട്ട്, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കരി മാത്രം ഇട്ടിട്ടാണെന്നും ചെയ്യാം. അതുപോലെ വലിയ വിറവൊക്കെ കാണുമല്ലോ, വേര് മരത്തിൻ്റെയൊക്കെ വേരൊക്കെ കിടന്ന് കത്തിച്ചിട്ട് ഞങ്ങളിങ്ങനെ പറക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതും ചട്ടിയുടെ അടിഭാഗത്തിട്ടിട്ട് അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം. ഇതിനകത്തോട്ട് നടുമ്പോൾ നമ്മുടെ കടലപ്പിണ്ണാക്കുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് 1-2 പിടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല വളമാണത്. അതിങ്ങനെ പൊടിഞ്ഞിങ്ങനെ കിടന്ന് കുറേ നാൾ അതിന് നല്ലൊരു വളമായിട്ടങ്ങ് മാറിക്കോളും. അപ്പം പല രീതിയിൽ നടുന്നത് നമ്മൾ കാണിച്ചു. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ തളിച്ചു കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ നട്ടിരിക്കുന്ന ഒരു കുറ്റിക്കുരുമുളകാണിത്. കണ്ടല്ലോ, ഇതിനകത്ത് നല്ലതുപോലെ മണികളൊക്കെ പിടിച്ച് നല്ലതുപോലെ തിരികളൊക്കെ കായായിട്ട് നിൽപ്പുണ്ട്. നല്ല വിളഞ്ഞ് നിൽക്കുകയാണിത്. അപ്പോൾ ഇനി നമുക്കതിനകത്ത് കുറച്ച് വളം കൂടെ കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മണി വന്നിട്ട് ഒരു തണ്ട് സേവിച്ചുകൊണ്ട് പോയി. അതിനകത്ത് കുറേ തിരികളുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അതിൻ്റെ ചുവട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം, ഒരുപാട് ബലമൊന്നും പ്രയോഗിക്കേണ്ട, കുറച്ച് വളം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് എല്ലുപൊടി ദൂരം മാറ്റിയിട്ട് കൊടുക്കാം. കുറച്ച് വേപ്പം പിണ്ണാക്കും. ഇതിനകത്തോട്ട് കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇപ്പം നമ്മുടെ കുരുമുളക് ചെടിയെല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞു. ഇപ്പം നേരത്തെ നട്ടതിന് വളവും കൊടുത്തു കഴിഞ്ഞു. ഇപ്പം പല രീതിയിൽ നമ്മൾ അടിവളവും അതുപോലെ ചട്ടിയുടെ അടിഭാഗത്ത് ചേർക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ കുരുമുളക് കൃഷി എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ വള്ളി കുരുമുളകിൽ നിന്ന് നമ്മൾ വള്ളി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ നടാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്താലും മതി. അതല്ല അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നഴ്സറികളിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ച് നടാമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ 365 ദിവസവും ഇതിൽ നിന്ന് നമുക്ക് കുരുമുളക് പറിക്കാനായിട്ട് സാധിക്കും. അപ്പം കഴിഞ്ഞൊരു തവണ നമ്മൾ വിയറ്റ്നാം എർലി പ്ലാവൊക്കെ നട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല അടിപൊളിയായിട്ടായിരുന്നു നമ്മൾ നട്ടത്. 4 മാസം കൊണ്ട് നമുക്കതിന്ന് ചക്ക എടുത്താനായിട്ട് സാധിച്ചു. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കുരുമുളക് വള്ളി നട്ടിരിക്കുന്നത്. നല്ല സൂപ്പറായിട്ട് നമുക്ക് വളർന്നു വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നട്ടിരിക്കുന്നത്. അപ്പം ഇതേപോലെ നിങ്ങൾ കുരുമുളക് വള്ളി, ഈ കുരുമുളകിൻ്റെ വള്ളി നടാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ വളപ്രയോഗമൊക്കെ ചെയ്താലും നമുക്ക് 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുരുമുളക് വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലൊരു 3-4 കുരുമുളക് നടാനായിട്ട് ശ്രമിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.